ബിഗ് ബോസ് മലയാളം സീസൺ 7 11-ാം എപ്പിസോഡിലേക്കാണ് പോകുന്നത്. രാവിലത്തെ പതിവ് പാട്ടിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അടുക്കളയ്ക്കകത്ത പണികളാണ്. കൊച്ചമ്മ സ്റ്റൈലിൽ അതിനകത്ത് വലിയ ഭരണം നടത്തുകയാണ് നമ്മുടെ ജിസേലിന്റെ തിട്ടൂരങ്ങൾ ബിൻസിയോടാണ്. അപ്പോൾ അനീഷ് അതിനകത്ത് കയറിയിട്ട് ബിൻസിക്ക് അറിയാൻ കാര്യങ്ങൾ, നിങ്ങൾ ബിൻസിയെ പഠിപ്പിക്കാൻ പോകണ്ട. ബിൻസി ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുകയാണ്. ഈ വെള്ളം കൊള്ളത്തില്ലെന്നോ അതോ ആ പാത്രത്തിൽ കൊള്ളില്ലെന്നോ അങ്ങനെ എന്തോ ആണ് ജിസേൽ പറഞ്ഞു വരുന്നത്. ജിസേലിന്റെ സംസാരത്തിന്റെ ആ ടോണ് കേട്ടുകൊണ്ട് അനീഷ് പറയുകയാണ്, അത് കാര്യമായിട്ടൊക്കെ പറഞ്ഞാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഈ ബോസി ടൈപ്പിൽ സംസാരിക്കുന്നത്? ഞാൻ ബോസി ടൈപ്പിലൊന്നും അല്ല പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പോൾ ബിൻസി പറയുകയാണ്, നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും പറയുന്നത്, എന്നാൽ കേൾക്കുന്നവർക്ക് അങ്ങനെയല്ല അത് ഫീൽ ചെയ്യുന്നത്. വീണ്ടും അനീഷ് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ വേ ശരിയല്ല, ബോസി ടൈപ്പിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇത്രയും കേൾക്കുമ്പോഴേക്കും ജിസേലിന്റെ ദേഷ്യം വരികയാണ്. നീ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നിന്റെ വേ ശരിയാണോ? നീ വന്ന ദിവസം മുതൽ ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പതിവ് ശൈലിയിൽ അനീഷ് കത്തിക്കേറുകയാണ്, പറഞ്ഞ വഴി ശരിയല്ല, പറഞ്ഞ വഴി ശരിയല്ല, പറഞ്ഞ വഴി ശരിയല്ല. ജിസേല് പറയുന്നത് നിനക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയാം. ഇത് കേട്ടുകൊണ്ട് രേണുസുതി പറയുകയാണ്, തുടങ്ങി കേട്ടോ, ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയപ്പോഴേ പറഞ്ഞതാണ് അടുക്കള നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ട സ്ഥലമാണെന്ന്. ഇവരെന്തൊരു ബഹളമാണ്. വീണ്ടും അടുക്കളയിൽ ജിസേലിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ് അനീഷിന് നേരെ. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, ജിസേൽ സംസാരിക്കുന്ന എല്ലാ സംസാരവും ഒരുമാതിരി കമാൻഡിങ് ആയിട്ടാണ് തോന്നുന്നത്, അതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഉടനെ ആര്യനും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഉടനെ ദൂരെ നിന്നുകൊണ്ട് കിച്ചണിലേക്ക് നോക്കിക്കൊണ്ട് ശാരിക വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കയറിയിട്ട് ഇന്നേ വരെ മര്യാദയ്ക്ക് സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല, ഇന്നലെ വൈകിട്ടൊഴിച്ച്. അപ്പോൾ അനീഷ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, ഇവിടെ ലക്ഷറി ലൈഫ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഉടനെ ശാരിക, ഓ വലിയ ലക്ഷറി ലൈഫ്, അല്ലാതെ നിങ്ങളുടെ ടാസ്കിന്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രശ്നം. രാവിലെ 10 മണിക്ക് കിട്ടേണ്ടത് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കിട്ടുക, 1 മണിക്ക് കിട്ടേണ്ടത് രാത്രി 9 മണിയാകുമ്പോൾ കിട്ടുക. ഇതാണോ ലക്ഷറി ലൈഫ്? കഴിക്കാനുള്ള ഫുഡിനകത്ത് ഉപ്പ് കോരിയിട്ട് കൊടുക്കുക, പഞ്ചസാര കൂട്ടിയിട്ട് കൊടുക്കുക, എന്നിട്ട് ലക്ഷറി ലൈഫാണെന്ന് പോലും. അപ്പോൾ അനീഷ് കറക്റ്റ് 10-നും 10:30-ക്കും ഇടയ്ക്ക് ഫുഡ് തന്നിരിക്കും. അടുത്തതായി കാണുന്നത് ഒരു ചെറിയ അയൽക്കൂട്ടമാണ്. ആദിലയുണ്ട്, നൂറയുണ്ട്, ക്യാപ്റ്റൻ ഷാനവാസ് ഉണ്ട്, ആ കൂട്ടത്തിൽ നമ്മുടെ അനുമോളുമുണ്ട്. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ജിസൈലിനെ തന്നെയാണ്. ബിഗ് ബോസ് പല ആവർത്തി വാർണിങ്ങുകൾ നൽകിയിട്ടും ജിസേൽ ഇപ്പോഴും കള്ളത്തരം കാണിക്കുന്നുണ്ട്. ജിസേലിന്റെ കയ്യിൽ മേക്കപ്പ് ഫൗണ്ടേഷനുകൾ ഇരിപ്പുണ്ട്, അത് പക്ഷേ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. സാധാരണ കാര്യങ്ങൾ സ്റ്റോർ ചെയ്തു വെക്കുന്ന സ്ഥലത്ത് അതില്ല. അവളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ബീട്രൂട്ട് ആണ് ചുണ്ടിൽ പുരട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ കളർ, അല്ലാതെ ലിപ്സ്റ്റിക് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ടിൻറ്റാണ്, അത് ബീട്രൂട്ട് അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്, ഞങ്ങളത് പരീക്ഷിച്ച് നോക്കിയതാണ്. ബീട്രൂട്ട് ഇങ്ങനെ ഉണങ്ങി കട്ടിപിടിച്ച് അവിടെ ഇവിടെ ഇരിക്കില്ല, ഇത് നമുക്ക് ചിരണ്ടിയെടുക്കത്തക്ക രീതിയിൽ കട്ടിപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അത് തീർച്ചയായിട്ടും നമുക്ക് പൊക്കണം, പണി കൊടുക്കണം. ഇവിടെ നമുക്കൊക്കെ ലഭിക്കേണ്ട പ്രിവിലേജുകൾ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിനനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ ത്യജിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ ഒരാളിന് മാത്രം ഒരു പ്രത്യേക പ്രിവിലേജ്, അതിൻ്റെ ഒരാവശ്യവുമില്ല, അത് വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തായാലും നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം, നിങ്ങളിത് പിടിക്കണം, ബാക്കി കാര്യം ഞാൻ ഏറ്റുപിടിച്ചോളാം, ധൈര്യമായിട്ട് മുൻപോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് ഈ 3 ആൾക്കാരെയും കൂടെ ജിസൈലിന്റെ പുറകിന് വിടുകയാണ്. പിന്നീട് കാണുന്നത് ഉച്ചയ്ക്കൊരു 12:30 ആകുമ്പോൾ അനുമോൾ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നതാണ്. പട്ടി കുരച്ച് അനുമോളെ ഉണർത്തുന്നുണ്ട്. അനുമോളാണ് ഉറങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു പിടുത്തത്തിനുള്ള നല്ല സാധ്യത വെളിപ്പെട്ട് വന്നിരിക്കുന്നു. വാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഓടുന്നുണ്ട് അനുമോൾ കിടക്കുന്നിടത്തേക്ക്. എന്നിട്ട് അനുമോളോട് പറയുക, ഞങ്ങളുടെ റേഷനാണ് നഷ്ടപ്പെടുന്നത്, ഇതെവിടെ അനുവദിച്ചു തരാൻ പറ്റില്ല, ഇത് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. അനുമോളാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ കുത്തിയിരിപ്പുണ്ട് മിണ്ടാതെ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. ഈ ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടുന്നില്ല, അതിനിടയ്ക്ക് ഈ ടാസ്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിപ്പം ആരാണെന്ന് പറഞ്ഞാലും ഒന്ന് തൂങ്ങിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും പട്ടി കുരച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊരവസരമായി കണ്ടുകൊണ്ട് ഒരു തെറ്റും ഒരു വീഴ്ചയും വരാത്ത ഒരു കൂട്ടം ആൾക്കാർ ഓടി വന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. അടുത്ത കാണുന്ന കാഴ്ച, ജിസേല് ശൈത്യയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവിടുന്ന് വല്ലതും സാധനങ്ങൾ എടുത്തായിരുന്നോ? ശൈത്യ ചോദിക്കുന്ന, എന്ത് സാധനം? അല്ല, 1-2 സാധനങ്ങൾ ഉണ്ടായിരുന്നത് കാണാതെ പോയി. എന്ത് സാധനമാണ്? ഞങ്ങളാണ് എടുത്തതെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അടുത്തുള്ള ആൾക്കാരോടാണ് ഞാൻ ചോദിച്ചത്, നെവിനോട് ഞാൻ ചോദിച്ചിരുന്നു, അവൻ എടുത്തിട്ടില്ല, നിങ്ങൾ എടുത്തെന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു സൺസ്ക്രീൻ കാണാനില്ലായിരുന്നു, പക്ഷെ എനിക്കത് അവിടെ നിന്ന് കിട്ടി, ഒരു ബാഗിനകത്തുനിന്ന്. അപ്പോൾ അത് ആരോ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞു വരുന്നത്. തുടർന്ന് ശൈത്യ വന്ന് അനുമോളോട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ജിസേല് ചോദിച്ച കാര്യം. അപ്പോൾ താൻ പറയുന്നുണ്ട്, ഞാൻ ആദിലയും നൂറയും കൂട്ടിക്കൊണ്ടുപോയി തപ്പിയായിരുന്നു, പക്ഷേ ഇവിടെയെങ്കിലും ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇവിടെ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, പക്ഷെ ഉണ്ട്, കൃത്യമായിട്ട് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ക്യാപ്റ്റൻ പിന്തുടർന്ന് പിടിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ട്, അനുവാദം കൊടുത്തതുകൊണ്ട് 2-3 ആൾക്കാർ രാവിലെ മുതൽ ജിസൈലിന്റെ പിന്നാലെ തന്നെയാണ്. ജിസൈൽ എവിടേക്കൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ജിസൈലിന്റെ ചുണ്ടിൽ പുതുതായിട്ട് ലിപ്സ്റ്റിക് വരുന്നുണ്ടോ, മുഖത്ത് ഏതെങ്കിലും ക്രീമുകൾ പുരട്ടിയിട്ടുണ്ടോ, ഇതെല്ലാം അറിയുവാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോൾക്ക് അന്നത്തെ ഡ്യൂട്ടി മുഴുവൻ അത് തന്നെയായിരുന്നു.
നേരം വെളുത്തപ്പോൾ തുടങ്ങി ഈ പരിപാടി രാത്രി 10:45 കഴിഞ്ഞപ്പോഴും തീർന്നിട്ടില്ല. ഇതിനിടയിൽ പല ആവർത്തി ഇവർ തമ്മിൽ അടിപൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഷാനവാസിനെ കുറിച്ചുള്ള ഒരു നുണപറച്ചിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ അപ്പാനി ശരത്തുണ്ട്, ഡോക്ടർ ബിന്നിയുണ്ട്, ബിൻസിയുണ്ട്, ഷാരികയുമുണ്ട്. ബിൻസി പറയുകയാണ്, വന്ന് കയറിയ ദിവസം ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു ആക്ടറാണ്, ഞാനിവിടെ അഭിനയിച്ചു നിന്നാലും എന്നെ പ്രേക്ഷകർ സ്വീകരിച്ചോളും, എന്നെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോഴേക്കും അയാളുടെ സംസാരത്തിൽ ആദിലയും നൂറയും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, അവളുമാർക്ക് എന്നോട് ഒരു ഗ്രഡ്ജ് ഉണ്ട്, എന്തൊക്കെയോ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ സേഫ് ഗെയിം കളിക്കുന്നു എന്നൊക്കെ എനിക്കെതിരെ പറഞ്ഞതിന്റെ കാരണവും അത് തന്നെയാണ്. ഞാൻ അവരോട് മിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അവരിൽ നിന്നും തിരിച്ചിങ്ങോട്ട് അത് കിട്ടുന്നില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളി പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ ഗെയിം കളിക്കും. ഇൻഫ്ലുവൻസ് ആയവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടും, ആ സമയത്ത് അവരങ്ങ് പഠിച്ചോളും. ഈ സംസാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അകത്ത് ബെഡ്റൂമിൽ നെവിന്റെ നേതൃത്വത്തിൽ അക്കുത്തിക്കു താനവരമ്പ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നെവിന് കിട്ടിയിരിക്കുന്ന ഇരകള് അത് രേണുസുതിയുണ്ട്, ശൈത്യമുണ്ട്, അനുമോളുമുണ്ട്. നല്ല ഒന്നാം തരം കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അല്പനേരം ചിരിക്കാനുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു. അതായത് ഈ നെവിന്റെ പതിവ് കോമാളി പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇത് തന്നെയാണ്. ഇത് കണ്ടുകൊണ്ട് ചിരിക്കാനായിട്ട് ഈ കൂടെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അടുത്തത് അനുമോള് ടാസ്ക് ലെറ്റർ വായിക്കുന്ന കാഴ്ചയാണ്. ടാസ്കിന്റെ പേര് കോൾഡ് വാർ എന്നാണ്. മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ ടാസ്ക്കാണ് ഇനി നടക്കുവാൻ പോകുന്നത്. ഈ ടാസ്കിന്റെ ഒരു പ്രത്യേകത, 6 പേരാണല്ലോ ഈ സസ്പെൻഷനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ 6 പേരുടെയും പേരെഴുതിയിരിക്കുന്ന 6 ഫ്രിഡ്ജുകൾ ആക്ടിവിറ്റി ഏരിയയ്ക്കകത്തുണ്ട്. അതുകൂടാതെ കുറേ സാധനങ്ങളും അവിടെ വാരിക്കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഈ സാധനങ്ങൾ ബസർ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഈ ഫ്രിഡ്ജുകൾക്കുള്ളിലേക്ക് ആരുടെ പേരെഴുതിയിരിക്കുന്ന ഫ്രിഡ്ജാണോ ആ ഫ്രിഡ്ജിലേക്ക് ആ ആളുടെ സഹായികളായി നിൽക്കുന്ന 2 പേർ മാക്സിമം വാരിക്കയറ്റുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാരിക്കയറ്റപ്പെടുന്ന ഫ്രിഡ്ജ് അത് ആരുടെ പേരിലുള്ളതാണോ ആ വ്യക്തിയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുക. ഇവരുടെ മുൻപിൽ കൊണ്ടുവന്ന് വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന ഐറ്റങ്ങൾ ധാരാളമാണ്. ടെഡി ബിയർ ഉണ്ട്, തലയണയുണ്ട്, കൊടയുണ്ട്, പെട്ടിയുണ്ട്. അപ്പോൾ തന്നെ ഇതുപോലെയുള്ള അക്സസറീസിന്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ വാരിക്കൂട്ടിയിട്ടിരിക്കുകയാണ്. ബസർ ശബ്ദം കേൾക്കുന്നു. ആവേശത്തോടു കൂടി എല്ലാവരും കൂടി ഓടി നടന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി സാധനങ്ങൾ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുന്നു. ബസർ ശബ്ദം കേൾക്കുമ്പോൾ മത്സരം അവസാനിക്കുന്നു. ഒടുവിൽ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, എത്ര സാധനങ്ങൾ അവർ കയറ്റിയിട്ടുണ്ടോ അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അതിന്റെ കൃത്യമായിട്ടുള്ള എണ്ണം പറയുക. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഏറ്റവും അധികം സാധനം കളക്ട് ചെയ്തിരിക്കുന്നത് അനീഷിന്റെ സഹായികളായിട്ടുള്ള അനുമോളും അപ്പാനിയുമാണ്. അനീഷ് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് ഓരോരുത്തരുടെയും എണ്ണം പറയുന്നു. ഒടുവിൽ ഇതെല്ലാം കേട്ടതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള ഫ്രിഡ്ജുകളിൽ അപ്പൂപ്പനെയും അമ്മുമ്മയെയും പാവക്കുട്ടികളെയും ഒക്കെയാണോ നിങ്ങൾ കയറ്റി വെക്കുന്നത്? ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങളുടെയൊക്കെ ഫ്രിഡ്ജിനകത്ത് ആഹാര സാധനങ്ങളാണ് കയറ്റി വെക്കാറുള്ളത്. ഇത്രയും പറയുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ലിക്വിഡ് ടൈപ്പ് സാധനങ്ങൾ ഇതൊക്കെ മാത്രമേ ഫ്രീസറിനകത്ത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ കയറ്റി വെക്കാറുള്ളൂ. നിങ്ങൾ കണ്ടകടച്ചാണ് ഈ സാധനങ്ങൾ മുഴുവൻ വാരി കയറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ചാടി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ മുഴുവനും ആകെ നിരാശരായി. തുടർന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞതിനനുസരിച്ച് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം മാറ്റിയിട്ടിട്ട് പഴം, പച്ചക്കറി, ലിക്വിഡ് ടൈപ്പ് സാധനങ്ങൾ ഇതൊക്കെ ഓരോന്നോരോന്നായി എണ്ണുവാൻ തുടങ്ങി. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി വന്നപ്പോൾ 47 ഐറ്റം കളക്ട് ചെയ്ത ഒനിലാണ് ഏറ്റവും മുൻപിലെത്തിയിരിക്കുന്നത്. ഒനിലിന്റെ തൊട്ടു പിന്നാലെ 37 ഐറ്റങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് രണ ഫാത്തിമ 2ാം സ്ഥാനത്തെത്തുമ്പോൾ 32 ഐറ്റവുമായി രേണുസുതി 3ാം സ്ഥാനത്തെത്തി. അനീഷ് 24 ഐറ്റങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ സരിക 23 ഐറ്റങ്ങളുമായിട്ട് അടുത്ത സ്ഥാനത്ത് വരുന്നു. ഏറ്റവും താഴെ 19 ഐറ്റങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഷാരികയും എത്തുകയാണ്. പോയിന്റുകൾ പറയുകയാണ്. 47 ഐറ്റം കളക്ട് ചെയ്ത ഒനിൽ സാബുവിന് 6 പോയിന്റ്, രണ ഫാത്തിമ 37 ഐറ്റം കളക്ട് ചെയ്തു 5 പോയിന്റ്, 32 ഐറ്റം കളക്ട് ചെയ്ത രേണുസുതിക്ക് 4 പോയിന്റ്, 24 ഐറ്റങ്ങൾ കളക്ട് ചെയ്ത അനീഷിന് 3 പോയിന്റ്, 23 ഐറ്റങ്ങൾ കളക്ട് ചെയ്ത സരികയ്ക്ക് 2 പോയിന്റ്, അവസാനം 19 പോയിന്റുമായി ഏറ്റവും ഒടുവിലെത്തിയ ഷാരികയ്ക്ക് 1 പോയിന്റ്. ടാസ്ക് കഴിഞ്ഞ് എല്ലാവരെയും കൂടി ബിഗ് ബോസ് പുറത്താക്കുന്നു. അതിനുശേഷം ലിവിംഗ് സ്പേസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് തന്നെ പറയുകയാണ്, ഈ മത്സരത്തിൽ പങ്കെടുത്ത മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകുവാൻ സാധ്യതയുള്ള വ്യക്തികൾ പലരും പറയുന്നത് കേട്ടു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സഹായികൾ അവർ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചില്ല, പലരും പോരാ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എന്നുള്ളത്. മാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ സഹായികൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നും തോന്നുന്നു. എന്തായാലും നിങ്ങൾക്കതിനെക്കുറിച്ച് തുറന്നു പറയാം. ആദ്യമായി ഒനിൽ മുൻപോട്ട് വന്നിട്ട് നിങ്ങളുടെ സഹായികളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് തുറന്നു പറയാം. അപ്പോൾ ഒനിൽ പറയുന്നു, ഞാൻ വളരെയധികം ഹാപ്പിയാണ്.
എൻ്റെ പങ്കാളികൾ, എന്നെ സഹായിക്കുവാൻ വേണ്ടി നിന്നവർ, അവരുടെ പ്രവർത്തനത്തിൽ ഞാൻ 100% സംതൃപ്തനാണ്. ഇന്നലെ 4 പോയിന്റ് മാത്രമേ ലഭിച്ചുള്ളൂ. പക്ഷേ ഇന്ന് ഫസ്റ്റ് ആകുവാൻ കഴിഞ്ഞു. അക്ബറും ഷാനവാസുമാണ് തൻ്റെ സഹായികൾ. അവരുടെ പ്രവർത്തനത്തിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഷാരിക KB വരുന്നു. തന്നെ സഹായിക്കുവാൻ വേണ്ടി നിന്നത് ഡോക്ടർ ബിന്നിയും പിന്നെ നമ്മുടെ ആദിലയും നൂറയുമാണ്. തുടക്കത്തിലെ ഷാരിക പറയുകയാണ്, ബിന്നിയുടെ പെർഫോമൻസിൽ ഞാൻ ഒട്ടും തന്നെ സംതൃപ്തയല്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഐഡിയ വർക്കൗട്ട് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ബിന്നിയുടെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ആതിരയുടെയും ന്യൂറയുടെയും പെർഫോമൻസ്, അതിൽ ഞാൻ തൃപ്തയാണ്. ഇത് കേട്ടിട്ട് ബിന്നി പറയുകയാണ്, ഞാൻ 100% ഇട്ട് തന്നെയാണ് കളിച്ചത്. ഇംപ്ലിമെന്റ് ചെയ്ത കൂട്ടത്തിൽ എവിടെയോ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ യാതൊരു തരത്തിലും ഉഴപ്പിയിട്ടില്ല. കൃത്യമായിട്ട് തന്നെ ഞാൻ അതിനകത്ത് എൻ്റെ എഫേർട്ട് പൂർണ്ണമായിട്ടിട്ട് തന്നെയാണ് കളിച്ചത്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഈ സാധനങ്ങളെല്ലാം കൂടി വാരി ഒരു പെട്ടിക്കകത്താക്കിയിട്ടിട്ട് ആ പെട്ടി കൊണ്ടുവന്ന് ഫ്രിഡ്ജിന്റെ അരികിൽ വെച്ചിട്ട് പതിയെ വാരി നിറയ്ക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ തുടക്കത്തിൽ തന്നെ ബിന്നി പാനിക്കായി പോയി. അതുകൊണ്ട് കാര്യം നടന്നില്ല. തുടർന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്ര സംവാദം നടക്കുകയാണ്. ഡോക്ടർ ബിന്നി ഒറ്റപ്പെടുന്നു. ആദിലയും നൂറയും ഷാരികയും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബിന്നിയെ ആക്രമിക്കുകയാണ്. അത് ബിന്നിക്ക് വല്ലാതെ ഹേർട്ട് ആവുകയും പിന്നീട് താൻ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ ലൈവിൽ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അനീഷിന്റെ ഊഴമാണ്. അനീഷ് പറയുന്നത്, ബിഗ് ബോസ് കളി തുടങ്ങിയ സമയം മുതൽ ഞാൻ അവരെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് അത് അവരുടെ കയ്യിലായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും അവരെ ഡിസ്കറേജ് ചെയ്യുകയോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ സേഫ്റ്റി എൻ്റെ ഉത്തരവാദിത്വം തന്നെ ആയതുകൊണ്ടും ബിഗ് ബോസ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ടും ഞാനിപ്പോൾ പറയുകയാണ്, അവരുടെ പ്രവൃത്തിയിൽ ഞാൻ അത്ര തൃപ്തനല്ല. ഇത് കേട്ടുകൊണ്ട് അനുമോൾ അങ്ങ് ഞെട്ടുകയാണ്. ശരത് അങ്ങനെ രൂക്ഷമായി നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് അനീഷ് പറയുന്നുണ്ട്, ആദ്യത്തെ ടാസ്ക് നടക്കുന്ന സമയത്ത് ഈ താക്കോൽ എടുക്കുന്ന കാര്യം എത്രയോ സമയമെടുത്തു അവർ ആ താക്കോലൊന്ന് എടുത്തിട്ട് ആ ബോക്സ് ഒന്ന് തുറക്കാൻ വേണ്ടി. അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായത്, ശരത്ത് അണ്ടർ പ്രഷറിലാണ് നിൽക്കുന്നത്. ശരത്തിന് കാര്യമായിട്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശരത്ത് ടോട്ടലി ബ്ലാങ്ക് ആയി പോയിരിക്കുകയാണ്. അതിനുശേഷം അവർ തുറക്കുന്നുണ്ട്. തുറന്നതിന് ശേഷം അനുമോളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അനുമോൾ പെട്ടെന്ന് ആ മഡ്പിറ്റിനകത്തേക്ക് ചാടി അങ്ങ് ഇറങ്ങുകയാണ്. കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടില്ല, നീ ക്യാപ്പ് കെട്ടിയിട്ടില്ല. ചാടി ഇറങ്ങി അനുമോളെ ഞാൻ പിൻപിൽ നിന്ന് വിളിക്കുകയാണ്, അനുമോളെ ഇതൊക്കെ ധരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടുകൊണ്ട് വന്ന് ഗ്ലൗസ് ഇട്ടുകൊണ്ട് അനുമോൾ വീണ്ടും ചാടി ഇറങ്ങുന്നു. പിന്നെയും ഞാൻ വിളിച്ചു കയറ്റുകയാണ് നീ ക്യാപ്പ് ധരിക്കുവാൻ വേണ്ടി. ഒരെണ്ണം കെട്ടിക്കൊണ്ട് വീണ്ടും ചാടുന്നു. അവസാനം ഞാൻ ദേഷ്യപ്പെട്ടിട്ട് അനുമോളെ പിടിച്ച് കരക്കി കയറ്റുകയാണ്. ഇതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. 6 മിനിറ്റ് സമയമായിരുന്നല്ലോ ഇന്നലത്തെ ടാസ്കിനകത്തുണ്ടായിരുന്നത്. ഏകദേശം പെട്ടി തുറക്കലും ഈ പറയുന്ന പരിപാടികളെല്ലാം ചേർത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും 4 മിനിറ്റോളം അങ്ങ് പോയി. പിന്നെ ആകെപ്പാടെ 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 2 മിനിറ്റ് കൊണ്ട് 3 കോയിൻ മാത്രമേ അനുമോൾക്ക് കളക്ട് ചെയ്യുവാനും പറ്റിയുള്ളൂ. തുടർന്ന് അനീഷ് പറയുന്നത്, ഈ നിയമങ്ങളെല്ലാം അനുമോൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ഈ സേഫ്റ്റി ഗിയറുകൾ ധരിക്കാതെ അതിനകത്തേക്ക് ചാടിയത് അത് മനഃപൂർവ്വം എന്നെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ടാസ്കിൽ അവർ 100% നല്ല രീതിയിൽ തന്നെ കളിച്ചു. എങ്കിലും ടാസ്ക് കഴിഞ്ഞപ്പോൾ അനുമോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അനീഷേട്ടൻ അത് നേരത്തെ എന്നോട് പറയേണ്ടതല്ലേ എന്നൊരു വാക്കുകൂടി പറഞ്ഞു. അത് എന്നെ ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് എൻ്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബിഗ് ബോസ് ഒന്ന് ചെയ്തു തന്നാൽ അത് വലിയ ഉപകാരമായിരിക്കും. പെട്ടെന്ന് അപ്പാനി ബിഗ് ബോസിനോട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് എനിക്ക് ഒന്ന് മറുപടി പറയാനുണ്ട്, അതിൻ്റെ അവസരം തരാമോ? തീർച്ചയായും. പെട്ടെന്ന് അനുമോളും അപ്പാനിയും കൂടി ചാടി എഴുന്നേറ്റ് അനീഷിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അപ്പാനി വളരെ ചൂടായിട്ട് പറയുകയാണ്, ബിഗ് ബോസ് 100% കഴിവിന്റെ പരമാവധി ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഈ നിൽക്കുന്ന അനീഷിന് വേണ്ടി പ്രവർത്തിച്ചത്. ഇത് കേൾക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. 100% ആത്മാർത്ഥമായി തന്നെയായിരുന്നു അനീഷിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് ചാവി കിട്ടാൻ താമസിച്ചു. അതിനുശേഷം ആ കിട്ടിയ അവസരത്തിൽ 3 കോയിനെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അനീഷ് ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത്, സാരമില്ല പോട്ടെ, ഇതൊക്കെ സ്വാഭാവികമാണ്, അതൊന്നും പ്രശ്നമേ അല്ല എന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. അത് കേട്ടിട്ട് കഴിഞ്ഞ രാത്രിയിൽ അനുമോളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അനീഷ് എന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷെ നമുക്ക് ജയിക്കണം. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ വീട്ടിൽ ആദ്യമായി ജയിലിൽ പോയത് നമ്മൾ 2 പേരുമാണ്. നമ്മളെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 100% നമുക്കിതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ടാസ്കിൽ ഇടപെട്ടത്. ഇവൻ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇന്നത്തെ ടാസ്ക് നടക്കുന്ന സമയത്ത് മാക്സിമം സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ നിറയ്ക്കുവാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ അവൻ പറഞ്ഞു, ഒരു സാധനവും എടുക്കണ്ട, നിങ്ങൾ വലിയൊരു പെട്ടി മാത്രം എടുത്ത് ആ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതിയെന്ന്. എന്നിട്ട് ഇപ്പോൾ നിന്നുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, നന്ദിയില്ലാത്തവൻ. ഇത് കേട്ടുകൊണ്ട് ബിഗ് ബോസ് ശരി ഇരിക്കൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുക. പക്ഷേ
പോയി ഇരിപ്പിടത്തിൽ ഇരുന്നിട്ടും അവിടെ ഇരുന്നു കൊണ്ട് രണ്ടുപേരും അനീഷിനെ നന്നായിട്ട് കടന്നാക്രമിക്കുകയാണ്. അനു പറയുകയാണ്, ഒരു നന്ദിയില്ലാത്ത മനുഷ്യനാണ്, ഒരു നന്ദിയുമില്ലാത്ത മനുഷ്യൻ. ഈ ടാസ്കിനിടയിൽ എൻ്റെ കാലും കൈയും മുറിഞ്ഞിട്ട് അതൊന്ന് ചോദിക്കാനോ അതൊന്ന് നോക്കാനോ പോലും ഈ മനുഷ്യൻ തയ്യാറായിട്ടില്ല, നന്ദിയില്ലാത്തവൻ. ഉടനെ വീണ്ടും ബിഗ് ബോസ് പറയുകയാണ്, സാരമില്ല, ഇതിൻ്റെ ഒരു പരിഹാരവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സഹായികളെയെല്ലാം ഞാനൊന്ന് റീഷഫിൾ ചെയ്യാൻ പോവുകയാണ്. സ്റ്റോർ റൂമിൽ ഒരു ബൗളും പേപ്പറും പേനയും വെച്ചിട്ടുണ്ട്. അത് ആരെങ്കിലും പോയി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നിങ്ങൾ തന്നെ ഈ 6 പേരുടെ പേരൊഴിച്ച് ബാക്കി ഈ 2 സഹായികളെ റീഷഫിൾ ചെയ്ത് എഴുതുക. ഏതെങ്കിലും ആൾക്കാർക്ക് വീണ്ടും പഴയ ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും പുനർക്രമീകരണം നടത്തുക. തുടർന്ന് ഈ നോമിനേറ്റഡ് ആയിരിക്കുന്ന 6 പേരും മുൻപോട്ട് ഓരോരുത്തരായി വന്നിട്ട് ഈ ബൗളിനകത്തൊന്നും ഈ ചിറ്റുകളെടുത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്ന പേരുകൾ വായിക്കുകയും ആ പേരിലുള്ള ആൾക്കാരെ സഹായികളായി സ്വീകരിക്കുകയും ചെയ്യുക. തുടർന്ന് ബൗളും പേപ്പറും പേനയും എത്തുന്നു. ഈ 2 പേരുടെ പേരുകൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പേരെഴുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അപ്പാനിയും അനുമോളും അനീഷും തമ്മിൽ ഉഗ്ര സംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പാനി വിളിച്ചു പറയുന്നുണ്ട്, നീ പുറത്തു പോകൂടാ, നീ ഉറപ്പായിട്ടും പുറത്തു പോകും, നീ അങ്ങനെ പുറത്തു പോകേണ്ടവൻ തന്നെയാണ്. അതിന് അനീഷ്, അതെ, ഈ അവസ്ഥയിൽ ഇരിക്കുന്നവന്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് എൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തുടർന്ന് രണ ഫാത്തിമ വന്ന് ആദ്യം നറുക്കെടുപ്പ് നടത്തുകയാണ്. രണയ്ക്ക് സഹായികളായി വരുന്നത് ശരത്തും ബിന്നിയുമാണ്. അടുത്തെത്തുന്നത് സരികയാണ്. സരികയ്ക്ക് സഹായികളായി എത്തുന്നത് അനുമോളും അക്ബറും. അക്ബർ ഇച്ചിരി ഫിസിക്ക് കൂടുതലുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അക്ബറെ കിട്ടിയതിൽ സരിക ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. എന്നാൽ ഒനിൽ സാബുവിന്റെ മുഖം വാടിയിരിക്കുകയാണ്. കാരണം തന്നെ മുൻപിൽ കൊണ്ടുവന്ന് എത്തിച്ച പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് തൻ്റെ ഗ്രൂപ്പിൽ നിന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി രേണു സുധിയാണ് വരുന്നത്. അവർക്ക് ലഭിക്കുന്നത് ഷാനവാസിനെയും നെവിനെയുമാണ്. ചുരുക്കത്തിൽ രേണു സുധിയും ലോട്ടറി അടിച്ചതുപോലെയായി. ശാരികയ്ക്ക് ബിൻസിയെയും അഭിലാഷിനെയും ലഭിക്കുന്നു. ഒനിൽ സാബുവിനാകട്ടെ ജിസേലിനെയും ആര്യനെയും ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. മുൻപുണ്ടായിരുന്ന സഹായികളെ ഒന്ന് റീഷഫിൾ ചെയ്തെങ്കിലും തിരിച്ചു വീണ്ടും കിട്ടിയിരിക്കുന്നതെല്ലാം നല്ല കിടിലൻ ആൾക്കാരെ തന്നെയാണ്. എന്നാൽ അവസാനം വന്നപ്പോൾ അനീഷിന് ലഭിച്ചത് ആദിലയെയും നൂറയെയും ഷൈത്തയെയുമാണ്. ഒടുവിൽ അനീഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് ആദിലയെയും നൂറയെയും ഷൈത്തയുമാണ്. എൻ്റെ ഈ ടീമിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും കേൾക്കുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം ഉറക്ക കൂവി വിളിക്കുകയാണ് അനീഷിനെ. അനീഷിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രമാത്രം അവിടെ ബഹളം ഉണ്ടാക്കി കളഞ്ഞു അവർ. ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഈ ആദിലയോടും നൂറയോടും ഷൈത്യയോടും അപ്പാനിയും അനുമോളും കൂടെ പറയുന്നുണ്ട്, ഇവനെ നിങ്ങൾ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യരുത്, ഇവൻ പുറത്തു പോകണം. നിങ്ങൾ അവനെ സഹായിച്ച് അവൻ മുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും നിങ്ങളെ ചീത്ത വിളിച്ചിരിക്കും. ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ തന്നെ നിങ്ങളെയും അവൻ നല്ല രീതിയിൽ പറയും. ഇതൊക്കെ കേട്ടിട്ട് ആദില ചോദിക്കുന്നുണ്ട്, ചേട്ടന് ഞങ്ങളെ വിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. എൻ്റെ നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങളെ എനിക്ക് 100% വിശ്വാസമാണ്. സത്യം പറഞ്ഞാൽ തത്വത്തിൽ ആ വീട്ടിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അനീഷ് എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന അനീഷിന്റെ ശത്രുക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആദില, നൂറ, ശൈത്യ ഇവരെങ്ങനെയായിരിക്കും അനീഷിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. പിന്നീട് അപ്പാനി പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇവനുമായിട്ട് ഒരു തരത്തിൽ ഞാൻ പൊരുത്തപ്പെട്ടു പോവില്ല. ഒന്നുകിൽ ഇവിടെ ഞാൻ, ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇവിടെ പോവില്ല. ആത്മാർത്ഥമായി പറഞ്ഞാൽ അവൻ എൻ്റെ ശത്രുവാണ്. എന്നിട്ട് ഞാൻ അവന് വേണ്ടി 100% അർപ്പിച്ചാണ് പണിയെടുത്തത്. പക്ഷെ അവൻ അവസാനം പറഞ്ഞു കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ആദിലയും നൂറയും ശൈത്യയുമായിട്ട് അനീഷ് സംസാരിക്കുക. ഇതിനിടയിലേക്ക് ക്യാപ്റ്റൻ ചെന്നിട്ട് പറയുകയാണ്, ഇപ്പൊ ഈ കാണിച്ചതുപോലെ ഈ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ചു അവസാനം അവരുടെ മെക്കിട്ട് കയറിക്കൊണ്ട് ഇടങ്ങേറാക്കരുത്. അനീഷിന്റെ അരികിൽ കൂടി നിൽക്കുന്നവരോട് അനീഷ് പറയുകയാണ്, ഞാൻ ഒരു ചതിയനാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അവരുടെ പരിപാടി ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ ബിഗ് ബോസിനോട് പോയി പറയും രഹസ്യമായിട്ട്, അവരറിയാതെ, ബിഗ് ബോസ് ഇവരെ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഇവരെ മാറ്റിത്തരണമെന്ന്. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ പറയും. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ബിഗ് ബോസ് ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് അവസരം തന്നപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ ബിഗ് ബോസിനോട് തുറന്നു പറഞ്ഞു. അങ്ങനെയുള്ള അവസരങ്ങൾ എനിക്ക് തന്നാൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. തുടർന്ന് വൈകിട്ട് അടുക്കളയുടെ വാതിക്കൽ അടുത്ത സംസാരം നടക്കുകയാണ്. അത് നെവിനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ചർച്ചയാണ്. നെവിൻ ഈ അടുക്കളയ്ക്കകത്ത് കയറി ആരും ഇല്ലാത്ത സമയത്ത് പല സാധനങ്ങൾ മോഷ്ടിക്കാറുണ്ട്. അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കണ്ണടച്ചാൽ ഉടനെ തന്നെ എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് അയാൾ പോകും. ഈ ഒരു കംപ്ലൈൻറ്റ് ഷാനവാസിൻ്റെ അടുക്കലെത്തി. അയാൾ വന്നിട്ട് എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇവനെയാണ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്, അനീഷിനെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനോട് പറ, അവനാണത് ക്രമീകരിക്കേണ്ടത്. അതിനുവേണ്ടിയല്ലേ ഈ കഴുത ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഈ പൊണ്ണനെ അതിനുവേണ്ടിയാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്, അത് അവനോട് പറ. ഇത് പറഞ്ഞിട്ട് ഷാനവാസ് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനീഷ് പറയുകയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ എന്തു പറഞ്ഞാലും എൻ്റെ രോമത്തിൽ പോലും തൊടില്ല. പക്ഷെ ഇവിടെ വന്ന് എന്നെ അവൻ ഇത്രയും അവഹേളിച്ചിട്ട് ഇവിടെ നിന്ന ആര്യനും ജിസേലും ഒരക്ഷരം പോലും മിണ്ടിയില്ല.
അപ്പോൾ ജിസേൽ പറയുന്നു, ഈ നെവിൻ ഇവിടെ വന്ന് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ വിലക്കേണ്ട ഉത്തരവാദിത്തം ക്യാപ്റ്റനുള്ളതാണ്. അതിപ്പോൾ ഷാനവാസ് ഒന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ജിസേലെ, ഈ പിൻപിൽ നിന്ന് കുത്തരുത്. ഞാൻ 100% സത്യസന്ധതയോടുകൂടിയാണ് നിൽക്കുന്നത്. ഞാൻ ആരെയും ചതിക്കുന്നയാളല്ല. പിൻപിൽ നിന്ന് കുത്തുന്ന ഈ പരിപാടി അത് ഒട്ടും ശരിയല്ല. ഇത് കേട്ടുകൊണ്ട് വീണ്ടും ഷാനവാസ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജിസേൽ കാര്യം പറയുന്നുണ്ട്. ഉടനെ അയാൾ എടാ സോറി എന്ന് പറയുന്നു. ഈ സോറി കേൾക്കുമ്പോഴേക്കും അനീഷിന് പെരുവരൽ മുതൽ അങ്ങോട്ട് തരിക്കുകയാണ്. ഞാൻ നിന്റെ സോറി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഷാനവാസ്, ഇവിടെ എല്ലാ ആൾക്കാർക്കും ഒരാഴ്ച കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് അടുക്കളക്കകത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് തോന്നുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാനില്ലാത്ത സാഹചര്യമാവും. അത് നോക്കേണ്ട ഉത്തരവാദിത്തം ഇതിന്റെ ക്യാപ്റ്റനായിരിക്കുന്നത് ഇവനാണുള്ളത്. ഇവനാണതിന് മറുപടി പറയേണ്ടത്. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ കിച്ചൺ ക്യാപ്റ്റനായിരുന്നു. ഈ സമയത്ത് എന്നെ പൊട്ടൻ ക്യാപ്റ്റൻ എന്ന് ഇവനാണ് എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചത്. അങ്ങനെയുള്ള അവനോടാണ് ഞാൻ പറയുന്നത്. അവനാണ് ഇതിന് സമാധാനം പറയേണ്ടത്. ഇത് കേട്ടുകൊണ്ട് കള്ളൻ അതിനകത്തേക്ക് വരുന്നുണ്ട്, നെവിൻ. അപ്പോൾ ഷാനവാസ് പറയുകയാണ്, അളവിൽ കൂടുതൽ സാധനങ്ങൾ ഇതിനകത്തുനിന്ന് നെവിൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെവിൻ ചോദിക്കുന്നു, ആരാണത് പറഞ്ഞത്? അനീഷിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അനീഷിനെയാണ് വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് പറയുകയാണ്, ആരാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ജിസേൽ. ജിസേൽ തന്നെയാണ് ഈ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നത്. അനീഷ് ആണെങ്കിൽ അനീഷിന്റെ മുഖത്ത് നോക്കി നല്ല വർത്താനം പറയാൻ വേണ്ടി തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ജിസേലാണ് പറഞ്ഞത് എന്ന് തനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു അക്ഷരം പോലും പറയുന്നില്ല. അതവിടെ നിർത്തിയേരെ, എനിക്ക് മനസ്സിലായി, ആ വിഷയം വിട്ടേക്ക്. ഇവിടെ നെവിൻ മാത്രമല്ല, മിക്കവാറുമുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. അനീഷ് ഏതെങ്കിലും ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു, അയാൾക്കിട്ട് കൊട്ടാൻ പറ്റും എന്ന് തോന്നിയാൽ ആ അവസരം എല്ലാവരും നല്ല രീതിയിൽ മുതലാക്കും. എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്തു വലിയ ഗുരുതരമായ കുറ്റങ്ങൾ സംഭവിച്ചാലും അത് വെളിപ്പെട്ടാലും അധികം ഒന്നും ആരും സംസാരിക്കില്ല. ഇനി അഥവാ സംസാരിച്ചാൽ തന്നെ 1-2 വാക്ക് പറഞ്ഞങ്ങ് വിടും. എന്നാൽ അനീഷിനെ എല്ലാവരും കൂടി എടുത്തിട്ട് കൊടയും. അതായത് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൂളായിട്ട് അവിടെ ഉള്ളത് അനീഷാണെന്ന് നന്നായിട്ട് അറിയാം ഇവർക്കൊക്കെ. ഇവരെയെല്ലാം പുറം ലോകം ഒന്ന് കാണണമെങ്കിൽ, ഇവരുടെയൊക്കെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് പ്രേക്ഷക സമൂഹം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാർഗം അനീഷിന്റെ പിന്നാലെ പോവുക എന്നുള്ളതാണെന്ന് എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അനീഷിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിക്കും കോണ്ടന്റ് ഉണ്ടാക്കുന്നയാള് അനീഷ് അല്ലേ? അനീഷിന്റെ പുറകിന് പോയെങ്കിൽ മാത്രമേ ഓരോ ആൾക്കാർക്കും കോണ്ടന്റ് ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആഴ്ച ഒരു മിഡ് വീക്ക് സസ്പെൻഷനിലൂടെ അനീഷ് ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പാർട്ടികൾ എന്ത് ചെയ്യും? ഇനി അവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മറ്റാരുമില്ല. ഇവർ വല്ലാതെ കഷ്ടപ്പെടും, ഈ വീട് വല്ലാതെ ഉറങ്ങിക്കിടക്കും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്ന അവസ്ഥ. എന്തായാലും പോയിന്റ് കുറവാണെങ്കിൽ അനീഷിന് പുറത്തു പോകേണ്ടി വരും. അനീഷ് ഇല്ലാതിരിക്കുന്ന ഈ വീട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാൻ വേണ്ടി നമുക്കും ഒരവസരം വരികയാണ്. പിന്നീട് അവിടെ കാണുന്ന കാഴ്ച അടുക്കളയ്ക്കകത്ത് വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഒരു ബൗളിനകത്ത് നിറച്ച് ചോറുണ്ടായിരുന്നു. ഈ ചോറ് കളഞ്ഞേക്കാൻ കിച്ചൺ ക്യാപ്റ്റനായ അനീഷ് പറഞ്ഞു എന്നുള്ള ഒരു വലിയ ആരോപണം വന്നിരിക്കുകയാണ്. അത് വലിയ പ്രശ്നമാക്കി മാറ്റി. 2 സ്പൂണ് വീതമാണ് ഉച്ചയ്ക്ക് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തത്. എന്നിട്ട് വൈകിട്ടായപ്പോഴേക്കും അതിന്റെ ബാക്കിയുണ്ടായിരുന്ന ഒരു ബൗൾ ചോറ് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അനീഷിന്റെ നേരെ കയറുകയാണ്. നീ വലിയ തത്വങ്ങൾ പറയും, നീ വലിയ മണ്ണിന്റെ ആളാണ്, വലിയ കൃഷിക്കാരനാണെന്നൊക്കെ നീ പറയും. എന്നിട്ട് നീ ഇപ്പോൾ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ നെറികേടല്ലേ? ഇത് ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കയറി അനീഷിന്റെ മേലങ്ങ് മേയുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അക്ബറിന്റെ ശബ്ദം കേൾക്കാം. അവനൊരു തെറ്റ് പറ്റിയതാണ്, അതങ്ങ് വിട്ടേരെ. പെട്ടെന്ന് അനീഷ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, നിങ്ങളൊക്കെ എന്നെ ഭൂമിയോളം അങ്ങ് ചവിട്ടി മെതിക്കുകയാണ്. പക്ഷെ 1 ഇഞ്ച് പോലും ഞാൻ പിൻപിലേക്ക് പോവില്ല, എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. സംഗതി എന്താണെന്ന് ശരിക്കും നമുക്ക് ഈ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകത്തില്ല. ലൈവിലും ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷമാണ് കാര്യങ്ങൾ വ്യക്തമായി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാരണത്താലാണ് ഈ ചോറ് കളയുവാൻ അനീഷ് ആവശ്യപ്പെട്ടത്, അങ്ങനെ അനീഷ് ആവശ്യപ്പെട്ടോ, ഇതൊന്നും തന്നെ നമുക്ക് വ്യക്തമല്ല. എന്നാൽ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവിൽ കാണുന്നുണ്ടായിരുന്നു ആദില, നൂറ, ശൈത്യയൊക്കെ അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ അനീഷ് ഏട്ടൻ നിരപരാധിയാണ്. അനീഷ് ഏട്ടന്റെ മേൽ വെറുതെ ആരോപണം അടിച്ചേൽപ്പിക്കുകയാണ് ഇവര്. ആ മനുഷ്യനാണല്ലോ ഇപ്പൊ ഇവരുടെയൊക്കെ കോണ്ടന്റ്. അയാൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും കോണ്ടന്റ് കിട്ടില്ല. അതുകൊണ്ട് അയാളുടെ പുറകിന് നടക്കുകയാണ് ഇവരൊക്കെ ആളാകാനായിട്ടെന്ന്. തുടർന്ന് അനീഷ് പൊട്ടിത്തെറിക്കുകയാണ്, എല്ലാം അടുക്കളക്കകത്ത് ഇറങ്ങിക്കോ, ഒരെണ്ണത്തിന് ഞാൻ ഭക്ഷണം തരത്തില്ല, ഞാനാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരെണ്ണം അകത്ത് കയറിയേക്കരുത്. നീ ആരാടാ? നീ എവിടുന്ന് വന്നവനാടാ? നീ പോയി പണി നോക്കടാ, ഞങ്ങൾ തീരുമാനിക്കൂടാ. ഇത് പറഞ്ഞുകൊണ്ട് അപ്പാനിയുടെയും അക്ബറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ബഹളം അതിനകത്ത് നടക്കുകയാണ്. തുടർന്ന് അനീഷ് അടുക്കളക്കകത്തുനിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്.
പോകുന്ന വഴിക്ക് താൻ പറയുന്നുണ്ട്, നിങ്ങൾ അടുക്കളയ്ക്കകത്തൊന്നും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്തേക്ക് കയറുകയുമില്ല, ഒരുത്തനും ഭക്ഷണവും തരികയുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് സോഫയിൽ പോയിരിക്കുമ്പോൾ എല്ലാവരും കൂടി പുറകിന് പോവുകയാണ്. വാടാ അടുക്കളയിൽ കയറടാ, വന്ന് അടുക്കളയിൽ കയറി പണിയെടുക്കടാ. പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രം അവൻ കാണുന്ന. വാടാ എന്ന് പറഞ്ഞുകൊണ്ട് പോയി പിടിക്കുന്നുണ്ട്. എൻ്റെ ദേഹത്ത് തൊട്ടേക്കരുത് ഒരെണ്ണം, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ വരില്ല, കയറില്ല. ഇത് പറഞ്ഞ് അനീഷ് അവിടെ ശാഠ്യത്തോടു കൂടി ഇരിക്കുകയാണ്. തുടർന്ന് രാത്രിയിലെ കാഴ്ചകളാണ് കാണുന്നത്. 7 മണിക്ക് ശേഷം ആക്ടിവിറ്റി ഏരിയയിലേക്ക് എല്ലാവരും കൂടി പോകുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ 3 പേർ അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുകയും അവരെ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇന്ന് നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾ അഭിലാഷ്, സരിക, നെവിൻ എന്നിവരാണ്. തുടർന്ന് 3 ആൾക്കാരും അവരുടെ ഹോട്ട് സീറ്റിലേക്ക് വന്നിരിക്കുകയും തുടർന്ന് അവരെ പരിചയപ്പെടുത്തുകയും ഒരിടത്തൊരിടത്ത് എന്നുള്ള ആ ടാസ്ക് വളരെ മനോഹരമായിട്ട് അവർ പൂർത്തിയാക്കുകയും ചെയ്തു. അവരുടെ ബാല്യകാലം, അവരുടെ അച്ഛൻ, അമ്മ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമാക്കി. ഇതിനിടയിൽ അഭിലാഷ് വന്ന് സംസാരിക്കുമ്പോഴേക്കും എല്ലാവരും ഇമോഷണലായി. അഭിലാഷിന്റെ സംസാരം പൂർത്തിയാക്കുവാൻ പലപ്പോഴും അഭിലാഷിന് പോലും കഴിയാത്ത അനുഭവം ഉണ്ടായി. അഭിലാഷിന്റെ അച്ഛൻ മദ്യപാനത്താൽ തകർത്ത തന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് അയാൾ പറയുകയും അയാളുടെ ശാരീരികമായ ബലഹീനതകൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ഒരു മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് തനിക്കുണ്ടായ റിജക്ഷനുകൾ, അദ്ദേഹം എങ്ങനെ ഒരു കലാകാരനായി മാറി എന്നുള്ളതിന്റെ ആ വഴികൾ, ഇതെല്ലാം അദ്ദേഹം തുറന്നു പറയുന്നു. തൻ്റെ അച്ഛനെ കൊണ്ട് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ആ മനുഷ്യൻ കണ്ണുനീരോടുകൂടി വിളിച്ചു പറയുകയാണ്. ഒരച്ഛൻ ഒരിക്കലും മകൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യം പോലും അനീഷിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വൈകിട്ടത്തെ എപ്പിസോഡിൽ മുഴുവൻ കാണിച്ചിട്ടില്ല, ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാൽ ലൈവിൽ അത് താൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അച്ഛനില്ലാത്ത സമയത്ത് ഒരു മുറിക്കുള്ളിൽ താനും തൻ്റെ അമ്മയും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദ്യപിച്ച് തൻ്റെ അച്ഛൻ ആ മുറിക്കകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് അങ്ങേര് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടും തമ്മിൽ ഇവിടെ എന്തായിരുന്നുവെന്ന്. പിന്നീട് ആ വീട്ടിൽ വലിയ കലാപമുണ്ടായി. അങ്ങനെ ഒരു അച്ഛൻ അയാൾ അന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് മരിച്ചുപോയതാണ്, അയാളെ ഞാൻ വെറുത്തു കളഞ്ഞു എന്ന രീതിയിൽ അഭിലാഷ് സംസാരിക്കുമ്പോൾ എല്ലാ ആൾക്കാരും അങ്ങനെ സ്തബ്ധരായി എന്ത് പറയണമെന്നറിയാതെ നോക്കിയിരിക്കുകയാണ്. ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അഭിലാഷിൻ്റെ ആ ടെസ്റ്റ് മണി പങ്കുവെക്കുന്ന നിമിഷങ്ങൾ. അത്രമാത്രം തീവ്രവും വൈകാരികവുമല്ലായിരുന്നുവെങ്കിലും ഇമോഷണലായിപ്പോയി നെവിനും സരികയും സംസാരിക്കുമ്പോൾ. പിന്നീട് കാണുന്നത് അവിടെ നിന്ന് ഇറങ്ങി പുറത്തു വന്നതിന് ശേഷം ശാരികയും ഡോക്ടർ ബിന്നിയും തമ്മിലുള്ള സംസാരമാണ്. ടാസ്കിൽ ശാരികയുടെ സഹായിയായിട്ട് നിന്ന ആളായിരുന്നല്ലോ ബിന്നി. ബിന്നി കാരണമാണ് ശാരികയ്ക്ക് ഈ ടാസ്കിൽ കാര്യമായിട്ട് പോയിന്റുകൾ ലഭിക്കാതിരുന്നത്. അതുകൊണ്ട് ബിന്നിയുടെ പ്രവർത്തനങ്ങൾ താൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുകയും തന്നെ കുറ്റപ്പെടുത്തുകയും ഒടുവിൽ ആദിലയും നൂറയും ശാരികയും കൂടി ഒരുമിച്ച് ചേർന്ന് ബിന്നിയെ കടന്നാക്രമിക്കുകയും ചെയ്തപ്പോഴേക്കും ബിന്നിയും വല്ലാതെ മാനസികമായി തകർന്നുപോയി. ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലിയർ ചെയ്യുവാൻ വേണ്ടി വിളിച്ചതാണ്. ശാരിക പറയുന്നുണ്ട്, നീ എനിക്ക് വളരെ പ്രഷ്യസ് ആണ്, നിന്നോട് പറയാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മറ്റാരോടെങ്കിലും ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. പറയേണ്ട കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല, ഞാൻ മുഖത്ത് നോക്കി തുറന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് പേഴ്സണലായിട്ട് എടുക്കരുത്, അങ്ങനെ വ്യക്തിപരമായി എടുക്കുവാൻ വേണ്ടി പറഞ്ഞതല്ല. ടാസ്ക് ആയിട്ട് ഗെയിം ആയിട്ട് കാണണം, വ്യക്തിപരമായിട്ടുള്ള ബന്ധം അതിനെ വേറൊരു രീതിയിലും കാണണം എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ആ പ്രശ്നം പരിഹരിച്ചു പോകുന്നുണ്ട്. തുടർന്ന് കാണുന്ന കാഴ്ച ജിസൈൽ വധമാണ് നടക്കുന്നത്. ജിസൈലിനെ നേരം വെളുത്തപ്പോൾ മുതൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വേട്ടയാടലും പിന്തുടർച്ചയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിസൈലിന്റെ മുഖത്ത് എന്താണ് ഇടുന്നത്, ജിസൈൽ ലിപ്സ്റ്റിക്ക് പുരട്ടുന്നുണ്ടോ, എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, ഇത് അന്വേഷിച്ച് നടക്കുകയാണ്. ഒടുവിൽ വാഷ്റൂം ഏരിയയിൽ വെച്ച് രാത്രിയിൽ ജിസൈലിനെ കൈയോടുകൂടി പിടിക്കുകയാണ്. അനുമോളും ആദിലയും നൂറയും കൂടി ടിഷ്യൂ പേപ്പർ കൊണ്ട് ജിസൈലിന്റെ ചുണ്ട് ഒരച്ച് ടെസ്റ്റിംഗ് നടത്തുകയാണ്. എന്നിട്ട് ജിസൈലിനോട് പറയുന്നുണ്ട്, ഇതൊരിക്കലും ബീട്രൂട്ടിന്റെ കളറല്ല, ബീട്രൂട്ടിന്റെ കളർ ഇങ്ങനെ ആയിരിക്കത്തില്ല. ആ ബീട്രൂട്ട് ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ പടർന്നിരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇത് ഉണങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് മുഖത്ത് നിങ്ങൾ പലതും ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, സമ്മതിക്കില്ല, ഇത് ഓയിലാണ് എന്നാണ് ജിസൈൽ പറയുന്നത്. ഒടുവിൽ അനുമോളുമായിട്ട് സംഘട്ടനത്തിന്റെ വക്കിൽ വരെയോളം കാര്യങ്ങൾ എത്തിച്ചേർന്നു. തുടർന്ന് അനുമോള് ക്യാമറയുടെ മുൻപിൽ വന്ന് ഈ ടിഷ്യൂ പേപ്പറിലെ കളർ കാണിച്ചിട്ട് പറയുകയാണ്, ബിഗ് ബോസ്, ഞാൻ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇത് ബീട്രൂട്ടും ഇവിടെയുള്ള ഒരു സാധനവുമല്ല, ഇത് ഫൗണ്ടേഷൻ തന്നെയാണ്. ജിസൈൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ഇത് മോഷ്ടിച്ചു വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ മേൽ നടപടി ഉണ്ടാവണം. എന്നിട്ട് ജിസൈലിനോട് അനുമോൾ പറയുന്നുണ്ട്, 3 പ്രാവശ്യമെങ്കിലും ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് വാണിംഗ് തന്നതാണ്, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ജിസൈൽ പറയുകയാണ്, നീയാണ് അടിച്ചു മാറ്റി വെച്ച് ഉപയോഗിക്കുന്നത്, നിന്റെ മുഖം കണ്ടാലേ അറിയാം, നീയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്, എന്നിട്ട് നീ അത് എൻ്റെ മേൽ കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുകയാണല്ലേ. അവളുടെ ചുണ്ടിൽ അവൾ ഇട്ടിരിക്കുകയാണ്, പക്ഷെ അവൾ ഇട്ട് കഴിഞ്ഞാൽ അത് ബീട്രൂട്ട്, ഞാൻ ഇട്ടാൽ ലിപ്സ്റ്റിക്ക്. അത് എവിടുത്തെ സമ്പ്രദായമാണ്?
ഒരു ഭാഗത്ത് ബഹളം കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ജിസേലിന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം എല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിക്കുകയാണ്. തന്റെ കട്ടിലിനടിയിലുള്ള ഡ്രോയർ വലിച്ചു നീട്ടി അവിടെ ഇരുന്നു കൊണ്ട് ആരൊക്കെയോ അത് പരതി നോക്കുകയാണ്, അതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. പക്ഷേ എവിടെ നിന്നും ഒന്നും ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ജിസൈൽ മേക്കപ്പ് സാധനങ്ങൾ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. കാരണം ഇവരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നതാണല്ലോ. തെരച്ചിലുകളെല്ലാം നടത്തിയിട്ടും കണ്ടെത്താതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ജിസേലിന് ദേഷ്യം വരുന്നുണ്ട്. അവർ പറയുകയാണ്, നിങ്ങൾക്കൊക്കെ എന്നോട് കുശുമ്പാണ്. അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടാണ് ജിസേല് പുറകിന് നടക്കുന്നത്. രാത്രി 10:30 കഴിഞ്ഞപ്പോൾ കിച്ചണിൽ നിൽക്കുകയാണ് നെവിനും ജിസേലും കൂടി. അവിടേക്ക് ചെന്നിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട്, ജിസേല് ശരിക്കും ഈ പറയുന്ന വസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് നെവിൻ പറയുകയാണ്, ജിസേൽ ഉപയോഗിച്ചിട്ടില്ല. നിന്നോട് ചോദിച്ചില്ല, ഞാൻ ജിസേലിനോടാണ് ചോദിച്ചത്. ജിസേല് മറുപടി പറയട്ടെ. ജിസേൽ പറയൂ, നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടോ? വീണ്ടും നെവിനാണ് പറയുന്നത് മറുപടി. നീ സംസാരിക്കാതിരിക്കുക, നീ അല്ലല്ലോ ഇത് ഉപയോഗിച്ചത്, നിന്റെ കാര്യം അല്ലല്ലോ പറയുന്നത്. ജിസേല് മറുപടി പറയൂ. അപ്പോൾ ജിസേല്, ഞാൻ ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനൊരു പൊട്ടറ്റോ ഫേസ് പാക്ക് ആണ് ഉപയോഗിച്ചത്. ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ അപ്പുറത്ത് ഒരു കൂട്ടം ആൾക്കാർ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് നെവിൻ ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്നിട്ട് ആദില, നൂറ, ശൈത്യ, അനുമോള് ഇവരുടെ എല്ലാവരുടെയും നടുവിലേക്ക് എന്നിട്ട് പറയുകയാണ്, അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ജിസേല് ഒരു പൊട്ടറ്റോ ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കിയത്. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. പെട്ടെന്ന് ആദില എടുത്തത് കാണിക്കുന്നുണ്ട്, ഈ ടിഷ്യൂ പേപ്പർ. എന്നിട്ട് പറയുക, നീയും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ, നീ ഫേസ് പാക്കും ഫൗണ്ടേഷനും ഒക്കെ ഇടുന്നയാളല്ലേ, നീ ഒന്ന് നോക്കിക്കേ, ഇതൊന്ന് മണത്ത് നോക്കിക്കേ, ഇത് പൊട്ടറ്റോ ഫേസ് പാക്ക് ആണോ? പെട്ടെന്ന് അത് മേടിച്ച് അയാൾ നോക്കുകയാണ്. നോക്കിയിട്ട് അത് മണക്കുന്നു. മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ ഡൗട്ട് അടിച്ചു, ഇത് പൊട്ടറ്റോ ഫേസ് പാക്ക് അല്ലല്ലോ. ഒരക്ഷരം പോലും പറയാനില്ല നെവിന്. എന്ന് പറഞ്ഞാൽ താൻ കള്ളനാണ്, തൻ്റെ കൂട്ടുകാരി അതിനേക്കാൾ വലിയ കള്ളിയാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായി. തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോഴേക്ക് ഇവരെല്ലാവരും കൂടി കളിയാക്കി വിടുകയോ, ഒന്ന് പോ മോനെ പോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയാണ്. പക്ഷെ ബഹളം അവിടെ കൊണ്ട് തീരുന്നില്ല. കിടക്കയിലേക്ക് ജിസേല് പോയിട്ടും ജിസേലിന്റെ പിന്നാലെ നടക്കുകയാണ്. അനുമോള് വന്ന് പറയുന്നുണ്ട്, ജിസേലെ, നീ എന്നെ പഠിപ്പിക്കരുത്, ഞാനും മേക്കപ്പ് ഇടുന്ന ആളാണ്, എന്നെ ഇതൊന്നും പറഞ്ഞ് നീ പഠിപ്പിക്കാൻ വരരുത്, നിന്റെ കയ്യിൽ ഈ സാധനമുണ്ട്, നീ എന്നാ എടുക്കടി, നീ കാണിക്കടി. ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ആൾക്കാരും ഇവരുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. ജിസേൽ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുകയാണ് മുഴുവൻ ആൾക്കാരോടും. ഇത് കണ്ടുകൊണ്ട് ഒനിൽ വന്ന് പറയുന്നുണ്ട്, അത് എണ്ണയാണ്, അവളെ എണ്ണ തേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അനുമോള്, ചേട്ടാ ദേ അനാവശ്യം പറയരുത്, ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്, ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്താണെന്ന്. ഇതിനിടയിലേക്ക് അപ്പാനിയും അക്ബറും കൂടി വന്നിട്ട് പറയുകയാണ്, ദേണ്ടെ അനീഷേട്ടനെ കൊണ്ട് തന്നെ ഇവിടെ നല്ല ബുദ്ധിമുട്ടുണ്ട്, അതിനിടയ്ക്കാണ് ലിഫ്റ്റിക്കുമായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത്. ജിസേല് വീണ്ടും പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇത് അനുവദിക്കില്ല, ബിഗ് ബോസ് എല്ലാ സാധനവും തിരികെ ചോദിച്ചു, ഞാൻ എല്ലാം തിരികെ കൊടുക്കുകയും ചെയ്തു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നിട്ടും എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കിടക്കയിൽ ഇരുന്നു കൊണ്ട് ശൈത്യയോട് അനുമോള് പറയുന്നുണ്ട്, എല്ലാവർക്കും അവളെ പേടിയാണല്ലോ, ചേട്ടന്മാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പേടിയാ, നിനക്ക് അവളെ പേടിയുണ്ടോ? ഈ പറയുന്ന അനുമോൾക്കും പേടിയാണെന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട്. ശൈത്യ പറയുന്നുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല. തുടർന്ന് ജിസേല് കട്ടിൽ കിടക്കുന്ന സമയത്ത് അനുമോളും ശൈത്യയും എല്ലാവരും കൂടി വന്നിട്ട് കട്ടിലിന്റെ താഴെ ആ ഡോറ് വലിച്ചു തുറക്കുക, ഡ്രോയർ വലിച്ചു തുറക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അവരതിനെ തടയുന്നുണ്ട്. തൊട്ടുപോകരുത്, ഇതിനകത്ത് തെരഞ്ഞേക്കരുത്, ഇതിനകത്ത് നോക്കരുത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വലിച്ചടക്കിയാണ്. എന്നിട്ട് പറയുക, ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, നാളെ രാവിലെ ഞാൻ ആഹാരം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറത്തില്ല, പൊക്കോണം ഇവിടുന്ന് എല്ലാവരും. ഇത്രയും പറഞ്ഞിട്ട് പുതപ്പെട്ട് മൂടി ജിസേല് കിടക്കുകയാണ് അവിടെ. അങ്ങനെ ഉറങ്ങാൻ കിടന്ന ജിസേല് രാത്രി 12:45 വാഷ്റൂം ഏരിയയിൽ നിന്നുകൊണ്ട് ആദിലയോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, ബിഗ് ബോസ് ചോദിച്ചു, ഞാൻ എല്ലാം കൊടുത്തു, ഫൗണ്ടേഷൻ ഇടും ഞാൻ, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അടുത്തതായി കാണുന്നത് വളരെ രസകരമായൊരു കാഴ്ചയാണ്. രാത്രി 1:05 ആ സമയത്ത് വീട്ടിനകത്ത് കള്ളൻ ഇറങ്ങി. കള്ളൻ നെവിൻ അടുക്കളക്കകത്തേക്ക് കയറുന്നു, പൊട്ടറ്റോ എടുക്കുന്നു, അത് സ്ലൈസ് ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾക്ക് ഞാനൊരു പൊട്ടറ്റോ ചിപ്സ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് ഓവനകത്തേക്ക് വെച്ചിട്ട് ചിപ്സ് ആക്കി മാറ്റുന്നു. എന്നിട്ട് എന്തോ കുടിക്കുവാനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ബിന്നിയാണെന്ന് തോന്നുന്നു ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്ന് അയാൾ ആ ടേബിൾ ടോപ്പിന്റെ താഴേക്ക് കമിഴ്ന്ന് കുനിഞ്ഞിരിക്കുകയാണ്. അവർ പോയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എഴുന്നേറ്റ് ബാക്കി പണി കൂടി തീർത്ത് ഈ പൊട്ടറ്റോ ചിപ്സും കുടിക്കുവാനുള്ള സാധനവുമായിട്ട് അവിടുന്ന് പോവുകയാണ്. പോയി ഒരു മൂലയ്ക്ക് ആരും കാണാത്ത ഒരു ഗുദാമിലേക്ക് കയറി ഒളിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് മെല്ലെ തിന്നുവാൻ ആരംഭിച്ചു. ഈ തീറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ മുകളിലേക്കൊന്ന് നോക്കുമ്പോൾ തൊട്ട് തലയുടെ മുകളിൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ ഇങ്ങേരുടെ നേരെ തന്നെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. കള്ളി വെളിച്ചത്തായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദയനീയമായ ചിരിയും നോട്ടവും ഒക്കെ ഉണ്ട് ആ ക്യാമറയിലേക്ക്. തുടർന്ന് ഏകദേശം രാത്രി 1:30 ആകുമ്പോഴേക്കും ജിസേല് വാഷ്റൂം ഏരിയയിൽ പോയിട്ട് ക്യാമറയിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്, ബിഗ് ബോസ്, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു സാധനവും ഞാൻ ഉപയോഗിക്കുന്നില്ല, എല്ലാം ഞാൻ മടക്കി തന്നിട്ടുണ്ട്, ഇവരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ
ബീറ്റ്റൂട്ടിന്റെയും പൊട്ടറ്റോയുടെയും ഒക്കെ പാക്ക് മാത്രമാണ് ഞാൻ ഇടുന്നത്. ബിഗ് ബോസിന് അത് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ബിഗ് ബോസ് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. ബിഗ് ബോസ് എന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യപ്പെടുന്നു. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.